വാർത്തകളിലേക്ക് കടക്കുന്നു. മുൻ പ്രധാനമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മൻമോഹൻ സിംഗിന് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായ JP നദ്ദ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, മുൻ അധ്യക്ഷ സോണിയാഗാന്ധി തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. നാളെ AICCയിലെ പൊതുദർശനത്തിന് ശേഷം രാവിലെ 11-ന് രാജ്ഘട്ടിൽ സംസ്കാരമുണ്ടാകും. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇന്ത്യയുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ സാമ്പത്തിക നയം തന്നെ മാറ്റിമറിച്ച ഒരു നേതാവായിരുന്നു. നാളെയാണ് പൊതുദർശനം. സംസ്കാര ചടങ്ങുകൾക്കുള്ള ക്രമീകരണങ്ങളൊക്കെ ആരംഭിച്ചോ? തീർച്ചയായും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിന് ശേഷമാണ് സമയത്തിലും അതുപോലെ തന്നെ സ്ഥലത്തിലും ഒക്കെയുള്ള ഒരു ക്രമീകരണം ഇപ്പോൾ ആയിരിക്കുന്നത്. 11 മണിക്കാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അത് രാജ്ഘട്ടിലാണ് സംസ്കാര ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം കോൺഗ്രസിന്റെ ആസ്ഥാനമായ AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്ന് അറിയിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ മൻമോഹൻ സിംഗിന്റെ മൃതദേഹം അവിടേക്ക് കൊണ്ടുവരുന്നില്ല. പകരം നാളെ രാവിലെ 8 മണി മുതൽ AICC ആസ്ഥാനത്ത് പൊതുദർശനമുണ്ടാകും. 8 മണിക്ക് AICC ആസ്ഥാനത്ത് മൃതദേഹം എത്തിക്കും. അവിടെ 8:30 മുതൽ 9:30 വരെ പൊതുദർശനമുണ്ടാകും. അപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർക്കും അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കുമൊക്കെ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരം അങ്ങനെ 8:30 മുതൽ 9 വരെയാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. മൃതദേഹം ജൻപത്തിലെ വീട്ടിൽ നിന്ന് 8 മണിയോടുകൂടിയാണ് AICC ആസ്ഥാനത്തേക്ക് കൊണ്ടുവരിക. തുടർന്ന് 9:30 മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര രാജ്ഘട്ടിലേക്ക് പുറപ്പെടും. 11 മണിയോടുകൂടിയാണ് ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹമുള്ളത് ജൻപത്ത് റോഡിലെ വസതിയിലാണ് അദ്ദേഹത്തിന് മൃതദേഹമുള്ളത്. രാവിലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതുപോലെ തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അതുപോലെ തന്നെ സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കളെത്തി അന്ത്യാഞ്ജലി അർപ്പിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, JP നദ്ദ തുടങ്ങി കേന്ദ്രമന്ത്രിമാരും ജൻപത്തിലെ വീട്ടിൽ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി എത്തിയിരുന്നു. അങ്ങനെ നിരവധി പേരാണ് വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്നടക്കം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനായി ജൻപത്തിലെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും അല്പസമയം മുമ്പാണ് പ്രത്യേക കേന്ദ്ര മന്ത്രിസഭാ യോഗം ചേർന്നത്. ആ മന്ത്രിസഭാ യോഗത്തിൽ പ്രധാനമായും ചേർന്നത് ഈ സംസ്കാര ചടങ്ങുകൾ അടക്കമുള്ള കാര്യങ്ങൾ നിശ്ചയിക്കാനാണ്. ഏതായാലും രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണം ആണിപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ 7 ദിവസവും സംസ്ഥാനത്തിലുടനീളം എല്ലായിടത്തും ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിനു പുറമെ നാളെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നതുവരെ രാജ്യത്തെ എല്ലാ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്കും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും ഉച്ചവരെ അവധി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. ഇപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും സംസ്കാര ചടങ്ങുകൾ നാളെ 11 മണിക്ക് രാജ്ഘട്ടിൽ നടക്കും. അതിന് മുന്നോടിയായി മൃതദേഹം 8 മണിയോടുകൂടി AICC ആസ്ഥാനത്തെത്തും. 8:30 മുതൽ 9:30 വരെ അവിടെ പൊതുദർശനം. അവിടെ എല്ലാ ആളുകൾക്കും, എല്ലാ തുറകളിൽ നിന്നുള്ള ആളുകൾക്കും അവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുള്ള അവസരമുണ്ടാകും. തുടർന്ന് 9:30 മൃതദേഹം സംസ്കരിക്കുന്ന രാജ്ഘട്ടിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും.